ഒരു കാലത്ത് കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു രാജ്യത്തെ വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങൾ. ആസാം പോലെയുള്ള വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിന്റെ വാക്കിന് എതിർവാക്കുണ്ടായിരുന്നില്ല. അവിടെയാണ് BJP ആസാമിൽ നടത്തിയ ഒരു പരീക്ഷണം വലിയ വിജയത്തിലേക്ക് എത്തിയത്. കോൺഗ്രസിന്റെ തീപ്പൊരി നേതാവായിരുന്ന ഹിമന്ത് ബിശ്വ ശർമ്മ BJP പാളയത്തിൽ എത്തിയതോടുകൂടി കാര്യങ്ങൾ മാറി മറഞ്ഞു. കോൺഗ്രസ് അതിന്റെ ഉള്ളം കൈയിലിട്ട് അമ്മാനമാടിയ അസാമിന്റെ ഭരണം BJPയുടെ കൈപ്പിടിയിലെത്തി. ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയ നിരവധിയായ വർഗീയ പരാമർശങ്ങൾ രാജ്യം ചർച്ച ചെയ്തതാണ്. ഒരുപക്ഷെ ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെക്കാളും കടന്നു പോകുന്ന തരത്തിൽ, യോഗി ആദിത്യനാഥിനെ കടത്തിവെട്ടുന്ന തരത്തിൽ പച്ചയായ വർഗീയത പറയുന്ന ഒരാളായി ഹിമന്ത ബിശ്വ ശർമ്മ മാറിയെന്ന് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തു. ഹിമന്ത ബിശ്വ ശർമ്മ അസാമിൽ നടത്തിയ ന്യൂനപക്ഷ വേട്ട നിരവധിയായ തവണ ദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്തതാണ്. ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളുടെ വീടുകളും കുടിലുകളും വ്യാപകമായി ഇടിച്ചു നിരത്തുന്ന കാഴ്ച തത്സമയമായി ദൃശ്യമാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്. അവിടെയാണ് നഷ്ടപ്പെട്ടു പോയ ആസാമിനകത്ത് കോൺഗ്രസ് അതിന്റെ പ്രതാപം തിരിച്ചു പിടിക്കാൻ ഒരു പടക്കുതിരയെ പോലെ രംഗത്തിറക്കിയിരിക്കുകയാണ് ഗൗരവ് ഗൊഗോയിയെ. ആസാമിന്റെ മുൻ മുഖ്യമന്ത്രി തരുൺ ഗൊഗോയിയുടെ പുത്രൻ ഗൗരവ് ഗൊഗോയി ആസാമിലെ യുവാക്കൾക്കിടയിലും വിദ്യാർത്ഥികൾക്കിടയിലും സ്ത്രീജനങ്ങൾക്കിടയിലും വലിയ ഹിറ്റായി മാറിയിരിക്കുകയാണ്. ഹിമന്ത ബിശ്വ ശർമ്മയ്ക്ക് കനത്ത വെല്ലുവിളി ഉയർത്തുകയാണ് ഗൗരവ് ഗൊഗോയി. 2026 ഏപ്രിൽ മാസം അസാമിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. കഴിഞ്ഞ 2 തവണയായി BJP ഭരിച്ചുകൊണ്ടിരിക്കുന്ന ആസാമിന്റെ ഭരണം ഇത്തവണ കോൺഗ്രസിന്റെ കൈകളിലേക്ക് എത്തുമെന്ന ശുഭവിശ്വാസമാണ് ഗൗരവ് ഗൊഗോയ്ക്കും കോൺഗ്രസ് നേതാക്കന്മാർക്കുമുള്ളത്. ഡൽഹി കേന്ദ്രീകരിച്ചും ആസാം കേന്ദ്രീകരിച്ചും പ്രവർത്തിക്കുന്ന ഗൗരവ് ഗൊഗോയ് സാധാരണക്കാരായ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്ന് ആസാമിലെ കോൺഗ്രസിന്റെ നഷ്ടപ്രതാപം വീണ്ടെടുക്കാൻ രാവെന്നോ പകലെന്നോ ചൂടെന്നോ തണുപ്പെന്നോ വെയിലെന്നോ മഴയെന്നോ വ്യത്യാസമില്ലാതെ രാവ് പകലാക്കി പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി നടത്തിയതുപോലെ ആസാമിനകത്ത് ഗൗരവ് ഗൊഗോയിയുടെ മാന്ത്രിക സ്പർശം കോൺഗ്രസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. യുവാക്കൾക്കിടയിൽ ഗൗരവ് ഗൊഗോയ് വലിയ തരംഗമാവുന്നു എന്നാണ് ഡൽഹിയിൽ നിന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ ജനപ്രീതി നാൾക്കുനാൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഹിമന്ത ബിശ്വ ശർമ്മയുടെ തനിസ്വരൂപം എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസ് വിട്ട് BJP പാളയത്തിലേക്ക് എത്തിയ പ്രാദേശിക നേതാക്കൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോൾ തിരികെ തറവാട്ടിലേക്ക് മടങ്ങുന്ന, കോൺഗ്രസിലേക്ക് മടങ്ങുന്ന കാഴ്ചയാണ് ആസാമിലെങ്ങും കാണാനിരിക്കുന്നത്. ആസാമിൽ നിന്നും ഗൗരവ് ഗൊഗോയ് പാർട്ടിയുടെ നേതൃത്വം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇപ്പോൾ അദ്ദേഹം MP ആണ്. ഗൗരവ് ഗൊഗോയുടെ നേതൃത്വത്തിൽ എണ്ണയിട്ട യന്ത്രം കണക്കെ ആസാമിൽ കോൺഗ്രസിന്റെ പ്രവർത്തനവുമായി മുന്നോട്ട് പോകുമ്പോൾ BJP ക്യാമ്പിന് അങ്കലാപ്പുണ്ട്. ഹിമന്ത ബിശ്വ ശർമ്മയുടെ വർഗീയതയല്ലാതെ മറ്റൊന്നും ഉയർത്തിക്കാണിക്കാനില്ലാത്ത BJPക്ക് ഗൗരവ് ഗൊഗോയ് എന്ന ജനകീയനായ കോൺഗ്രസ് നേതാവ് എല്ലാവരെയും ഒരുപോലെ ചേർത്ത് പിടിക്കുന്ന, ഹൈന്ദവനെയും ക്രൈസ്തവനെയും മുസൽമാനെയും സിഖുകാരനെയും ജൈനനെയും പാഴ്സിയെയും ചേർത്ത് പിടിച്ച ത്രിവർണ പതാകയ്ക്ക് കീഴിൽ അണിനിരത്തി ആസാമിന്റെ മലമടക്കുകളിലൂടെ പദയാത്രയും രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങളുമായി കടന്നു ചെല്ലുമ്പോൾ BJPയുടെയും ഹിമന്ത ബിശ്വ ശർമ്മയുടെയും നെഞ്ചിടിപ്പ് കൂടുകയാണ്. ഗാന്ധി കുടുംബത്തെ അധിക്ഷേപിക്കുന്ന മുൻ കോൺഗ്രസുകാരനായ ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കും BJPക്കും തിരിച്ചടി നൽകാൻ പ്രബുദ്ധരായ ആസാം ജനതയ്ക്ക് ലഭിച്ചിരിക്കുന്ന സുവർണാവസരമാണ് ഈ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി കോൺഗ്രസ് വോട്ടർമാരെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുകയും ഹിമന്ത ബിശ്വ ശർമ്മയുടെയും BJPയുടെയും വർഗവർഗീയ ഫാസിസ്റ്റ് നയങ്ങൾ തുറന്നു കാണിക്കുകയും ചെയ്താൽ ഒരിടവേളയ്ക്ക് ശേഷം ആസാമിന്റെ ഭരണം കോൺഗ്രസിന്റെ കൈപ്പിടിയിൽ എത്തുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം പറയുന്നത്. ആസാമിന്റെ മലമടക്കുകളിൽ ഇപ്പോൾ തരംഗം ഹിമന്ത ബിശ്വ ശർമ്മയല്ല, അവിടെ താരമായി മാറിയിരിക്കുന്നത് ഗൗരവ് ഗൊഗോയ് എന്ന കോൺഗ്രസ് നേതാവാണ്. വീണ്ടും ത്രിവർണ പതാക ആസാമിന്റെ ആകാശങ്ങളിൽ പാറിപ്പറക്കുമോ എന്നാണ് നമുക്ക് കണ്ടറിയാനുള്ളത്.